അതായത് ജനങ്ങൾക്ക് ഉള്ളൊരു ദീപാവലി സമ്മാനം തന്നെയാണത്. കാരണം നേരത്തെ സൂചിപ്പിച്ചിരുന്നതുപോലെ 5%, 12%, 18%, 28% ഇങ്ങനെ ഒരു 4 സ്ലാബുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 4 സ്ലാബുകളെ മാറ്റിയിട്ട് ഏറ്റവും കുറച്ച് 5%-ൻ്റെതും 18%-ൻ്റെതും 2 സ്ലാബുകളാക്കി മാറ്റുന്നു. പിന്നെ ഒരു റവന്യൂ ന്യൂട്രാലിറ്റി നേടാൻ വേണ്ടിയിട്ട് ഒരു 40%, അതായത് ഏറ്റവും ഒരു ഉപഭോഗ വസ്തുക്കളുടെ അല്ലെങ്കിൽ ആഡംബര വസ്തുക്കളുടേതായ ഒരു, ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഏറ്റവും ആളുകൾക്കൊക്കെ ബൈക്ക് വേണം, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, റെഫ്രിജറേറ്റർ, ഫ്രിഡ്ജ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ 28%-ൽ നിന്ന് നേരെ 18%, ഒരു 10%-ൻ്റെ ഒരു ആളുകൾക്കൊരു ലാഭം കിട്ടുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും ആവശ്യമായ വസ്തുക്കളൊക്കെ തന്നെ, ഫുഡ് ഐറ്റംസും ഒക്കെ തന്നെ, അതായത് പല ഫുഡ് ഐറ്റംസിന് ഇപ്പം തന്നെ നികുതിയില്ല, ഉള്ളത് അത് 12-ൽ നിന്നൊക്കെ 5 മാറുന്നു. അപ്പം സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗുണമായ ഒരു സംവിധാനമാണ് ഇതെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ എനിക്ക് കിഷോർ പറഞ്ഞതിൽ കുറച്ച് വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ ഒരു എന്താണ് ഇതിനെ പ്രേരിപ്പിച്ചത് എന്നുള്ളതിലേക്ക് കൂടി നമ്മൾ കടന്നു ചെല്ലണം എന്നാണ് എനിക്ക് അഭിപ്രായം. കാരണം ഇപ്പം നടക്കുന്ന ആഗോള സാമ്പത്തിക സ്ഥിതിവിശേഷത്തിൽ അല്ലെങ്കിൽ ആഗോള രാഷ്ട്രീയത്തിൽ ഒരു ജിയോ പൊളിറ്റിക്സിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങളാണ് സത്യത്തിൽ ഇതിനെ പ്രസക്തമാക്കുന്നത്. കാരണം അത് ഒരു പക്ഷേ നമുക്ക് അതുകൊണ്ടാണോ ഇത് തുടങ്ങിയതെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഇപ്പോഴത്തെ ഈ ഒരു തീരുമാനം ആഗോളതലത്തിലുള്ള പ്രത്യാഘാതങ്ങളെ നമുക്ക് നേരിടാൻ പറ്റും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ദൃഷ്ടാന്തമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ കാണാൻ പറ്റും. കാരണം ഒരു 1.86 ബില്യൺ അല്ലെ അമേരിക്കൻ ഡോളർ നമുക്ക് ആ ഒരു വ്യാപാരമാണ് നമ്മൾ അമേരിക്കയായിട്ട് ഉണ്ടായിരുന്നത്. അതിൽ തന്നെ നല്ലൊരു ശതമാനം ഏതാണ്ട് ഈ താരിഫ് വർധനവിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. പക്ഷേ ആ താരിഫ് വർധനവിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ വലിയൊരു നിരക്ക്, അതായത് ഇന്ത്യയുടെ GDPയുടെ 1% വരെ സ്വാധീനിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നിരക്ക് വർധനമാണ് അമേരിക്ക നമ്മളിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. അപ്പം നേരത്തെ അവർ 25% താരിഫ്, പിന്നീട് അത് 50%. അതിന് പറഞ്ഞ ന്യായം നമ്മൾ പറയുന്നത്, നമ്മൾ റഷ്യൻ പ്രോഡക്റ്റ്സ് നമ്മൾ വാങ്ങുന്നു, നിങ്ങൾ എന്ന് റഷ്യൻ ഓയിൽ നിർത്തുന്നുവോ അന്ന് മതിയാക്കണം, അപ്പം ഞങ്ങൾ 25%, അപ്പം അതില്ലെങ്കിൽ ഒരു 50%, ഒരു പെനാൽറ്റി അടിക്കുന്നത് പോലെയുള്ളൊരു നിലപാടാണ് നമ്മളോട് സ്വീകരിച്ചത്. അപ്പോൾ നമ്മൾ പ്രതിഷേധിക്കാനൊന്നും പോയില്ല. നമ്മൾ നമ്മുടെ സ്റ്റാൻഡ് പറഞ്ഞു. ഇന്ത്യ ഗവൺമെൻറ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഈ പറയുന്ന ആളുകൾ തന്നെ, അതായത് അമേരിക്ക തന്നെ റഷ്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നുണ്ട്, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ റഷ്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പക്ഷേ ബാക്കിയുള്ള വാചോടാപത്തിനൊന്നും നമ്മുടെ നേതൃത്വം പോയിട്ടില്ല. പക്ഷേ ഈ 1% GDPയിലുണ്ടാകുന്ന കുറവിനെ നമുക്ക് ഒരു 60% നമുക്ക് മാറ്റിയെടുക്കാം. കാരണം 60 പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു 1%-ൻ്റെ 100-ൽ1, അതായത് GDPയുടെ 1%-ൻ്റെ 100-ൽ1 ഒരു പോയിൻ്റ്. അങ്ങനെ നമുക്ക് 60 പോയിൻ്റ് എന്ന് പറയുമ്പം ആ 1%-ന് 60% വരെ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ടാക്സിലുള്ള GSTയിലുള്ള കട്ട് എന്നുള്ളതാണ് ഏറ്റവും അനുഗുണമായ കാര്യം. കാരണം വില കുറയുന്ന, നമുക്ക് ഏറ്റവും അമേരിക്കയുമായിട്ടുള്ള നമ്മളൊരു, വേണമെങ്കിൽ നമ്മൾ ഫൈറ്റ് നമ്മൾ പറയുന്നില്ലെങ്കിൽ അതൊരു ഫൈറ്റ് തന്നെയാണ്. ആ ഫൈറ്റിന് നമ്മളെ തയ്യാറാക്കുന്നത് എന്താണ്? നമ്മുടെ ഇൻറ്റേർണലായിട്ടുള്ള നമ്മുടെ വ്യാപാരം നമ്മൾ വർദ്ധിക്കുന്നു, നമ്മുടെ ഉപഭോഗം വർദ്ധിക്കുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. നമ്മൾ കൺസംഷൻ കൂടുന്നു. ആ കൺസംഷൻ കൂട്ടുക എന്നുള്ളതാണ്, ഇന്ത്യക്കകത്തുള്ള കൺസംഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഉചിതമായൊരു നിലപാടാണ് ഈ GST റേറ്റിലുള്ള കുറവ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.